എന്റെ ചക്കരക്കുട്ട പോലെ ഈ സുർത്താൽ നഗറിലെ ജനങ്ങൾ മുഴുവനും ദീപാവലിയുടെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന നീ കണ്ടില്ലേ? ഗുരു, എനിക്ക് ദീപാവലി ഭയങ്കര ഇഷ്ടമാ. ദീപാവലിക്ക് എനിക്ക് പുതിയ ഡ്രസ്സുകള്, കഴിക്കാൻ പലഹാരങ്ങള്, ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ പടക്കവും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് എന്റെ ബോലെ കണ്ണ, അതുകൊണ്ടാണ് ദീപാവലി പ്രമാണിച്ച് നമ്മൾ പടക്കക്കട തുടങ്ങിയത് ഇത്തവണ. ഒരു നല്ല സന്ദർഭം കിട്ടി. അതുകൊണ്ട് ആൽബർട്ടോയുടെ കടയിൽ നിന്നും ഞാനിത് മോഷ്ടിച്ചെടുത്തു. ഇതാണ് വിചിത്രമായ മ്യൂസിക്കൽ പടക്കം. ഈ പടക്കം ഞാൻ ഗുരുവിന്റെയും ബോലയുടെയും കടയ്ക്കകത്ത് അവരുടെ പടക്കത്തിന്റെ കൂടെ കലർത്തി വെക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഈ പടക്കം അപ്പൊ തന്നെ പൊട്ടാൻ തുടങ്ങും. എത്തിപ്പോയി നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ. ഇങ്ങോട്ട് നോക്കൂ. ഇന്ന് രാത്രി എനിക്ക് അടിച്ചു പൊളിക്കാനായി ആവശ്യമുള്ളത് അങ്ങോട്ട് നോക്കൂ. കറ കറാന്ന് കറങ്ങുന്ന കരചക്രം. അതിനെന്താ എന്റെ ചക്കരെ, ഇപ്പൊ തന്നെ എടുത്തേക്കാം. എടാ പോലെ തരച്ചക്രത്തിന്റെ ഒരു പാക്കറ്റ് എടുക്ക്. ഗുരു, തറചക്രം എന്ന് പറഞ്ഞാല് തറയിൽ കിടന്ന് ഇങ്ങനെ തിരിയുന്നതല്ലേ? അതേപോലെ തറയിൽ കിടന്ന് അങ്ങനെ വട്ടം കറങ്ങുന്നതുകൊണ്ടാണ് അത് തറച്ചക്രം. നീ ജോലി നന്നായി ചെയ്താലേ നമുക്ക് കിട്ടും 4 ചക്രം. ഗുരു, പടക്കങ്ങളെല്ലാം പൊട്ടുന്നത് പേടിച്ച് കടയിൽ നിന്ന് ഇറങ്ങി പോയെന്നാ തോന്നുന്നു. അങ്ങനെ എങ്ങനെ സംഭവിക്കും പോലെ? എല്ലാ പടക്കങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്നാ പിടിച്ചോ, തനിക്ക് വേണ്ട തറച്ചക്രം ഒരു പാക്കറ്റ്. അങ്ങോട്ട് നോക്കൂ. പുറകിൽ എത്ര പേരാണ് കാത്തു നിൽക്കുന്നുവെന്ന്. ഗുരു, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. എനിക്ക് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല. എടാ പോലെ, ഇത് ദുഃഖിക്കേണ്ട കാര്യമല്ല, സന്തോഷിക്കേണ്ട സമയമാണ്. ഇപ്പോ നമ്മുടെ പടക്കങ്ങളെല്ലാം ചട്ടേർ പട്ടേർന്ന് വിറ്റ് തീരും. അങ്കിൾ അങ്കിൾ എനിക്ക് റോക്കറ്റ് വേണം. മ്യൂസിക്കൽ പടക്കം കാരണം ഗുരുവും ബോലയും തമ്മിൽ നടക്കാൻ ഇരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഡിഷും ഡിഷും എങ്ങനെ നടക്കുമെന്നാണ് നീ പറയുന്നത് മൈക്കൽ ലാൽ ജയ്കിഷൻ? കാരണം ഞാൻ നിങ്ങളുടെ പടക്കത്തിൽ എന്റെ പടക്കങ്ങളിലെ കലർത്തി വച്ചിരിക്കുകയാണ്. ഇനി നിന്റെ അടുത്ത് ഉള്ളത് തീ പിടിച്ചാൽ പൊട്ടിത്തെറിക്കുന്നതല്ല, പകരം മ്യൂസിക് കേട്ടാൽ പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങളാണ്. അത് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഒരു കുഴപ്പമില്ല. നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ ഡെമോ കാണിച്ചു തരാം. സരിഗമ കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരുന്നത്? പാടി ഒന്ന് പറഞ്ഞു തരൂ. ഹാപ്പി ദിവാലി ഗുരു ബോലെ. ബൈ ബൈ. ഈ മൈക്കൽ ലാൽ ജയ്കിഷൻ മ്യൂസിക്കൽ പടക്കങ്ങളെ നാട്ടുകാർക്കെല്ലാം കൊടുപ്പിച്ച് ഈ ദീപാവലി തന്നെ നശിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാവരുടെ കയ്യിൽ നിന്നും ഈ മ്യൂസിക്കൽ പടക്കം നമ്മൾ തിരിച്ചു മേടിക്കണ്ടേ? ഈ ദീപാവലി ദിവസം മേജർ തനിച്ച് 2000 വെടി പൊട്ടിച്ച് ദീപാവലി ആഘോഷിക്കും. ദീപാവലി ആഘോഷിക്കും. ഒന്ന് നിക്കണേ മേജർ സാറേ. മേജർ സാറേ, താങ്കളെ തേടി ഓടി ഓടി തൊണ്ടയിലെ വെള്ളം വറ്റിയിരിക്കുക. ഈ വെള്ളം കുടിക്കൂ ഗുരു. എടാ, ഇപ്പൊ വെള്ളം കുടിക്കാനൊന്നും സമയമില്ലടാ പോലെ. നീ ഇപ്പൊ എന്നെ വെള്ളം കുടിപ്പിക്കല്ലേ. നമുക്ക് പടക്കങ്ങളെല്ലാം ഉടൻ തന്നെ എല്ലാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കണമെടാ. മനസ്സിലായോ നിനക്ക്? മേജർ, ഒരു കാരണവശാലും ഈ വെടി തിരികെ തരുന്ന പ്രശ്നമേ ഇല്ല. തിരിച്ചു തരില്ലെന്നോ? അത് താങ്കൾക്ക് തന്നെ പൊല്ലാപ്പാകും എന്റെ മേജർ സാറേ. ഗുരു, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എംജെയുടെ മ്യൂസിക്കൽ പടക്കങ്ങളാണ് സാറേ. മ്യൂസിക് കേട്ടാ മതി, ആ നിമിഷം തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ്. എന്ത്? എങ്കിൽ ഈ നിമിഷം തന്നെ ഇത് ഞാൻ തിരിച്ചു തരും. മേജർ, ഇതാ തിരിച്ചു കൊടുക്കുന്നു. മേജർ സാർ, എന്നാ നിങ്ങൾ വെള്ളം കുടിക്കൂ. ഓ എന്റെ ആശാനെ, ഗുരുവിന് മ്യൂസിക്കൽ പടക്കത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങയുടെ ഈ ഡെങ്കിക്കൊതുകിന്റെ മോന്ത പോലെ എല്ലാ പ്ലാനും നശിപ്പിച്ചു കളഞ്ഞു. ശരി, ഞാൻ എന്നാലൊന്ന് ചോദിച്ചോട്ടെ. നീ പാടിക്കൊണ്ടതിന് ഉത്തരം പറയാമോ? സരിഗമയ്ക്ക് ശേഷം വരുന്നത് എന്താണ്? അതിനുള്ള ഉത്തരം ഞാൻ തരില്ല.
എന്നാ ഞാൻ പറയാം ഗുരു, അങ്ങയുടെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാലോ. പാദാനീസ. എടാ, നീ ഇപ്പൊ എന്താ ചെയ്തത് എന്റെ ചക്കുടു? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. എന്റെ ആശാനേ. കേൾക്കൂ എന്റെ പോലെ കുട്ടാ, ഒരു മിഷൻ ഫെയിലായി പോയത് കൊണ്ട് നമ്മൾ ദുഃഖിക്കണ്ട. നമുക്ക് ഈ സുർത്താൽ നഗറിലെ ബാക്കിയുള്ള ജനങ്ങളെ മുഴുവൻ എംജെയുടെ മ്യൂസിക് പടക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെ ഗുരു? എല്ലാ മ്യൂസിക്കൽ പടക്കങ്ങളെ ഉടൻ തന്നെ പാർക്കിലേക്ക് കൊണ്ടുവരൂ. അല്ലെങ്കിൽ സുർത്താൽ നഗറിലെ ബാക്കിയുള്ള ജനങ്ങൾക്ക് മേജർ സാറ് സംഭവിച്ചു തന്നെ സംഭവിക്കും. കേട്ടോ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പടക്കങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നത് കൊള്ളാം. പക്ഷെ ശരീരത്തിന്റെ ഷേപ്പ് മാറാതിരിക്കണമെങ്കിൽ പാർക്കിലേക്ക് കൊണ്ടുപോകുകയെല്ലാം. പടക്കങ്ങളെല്ലാം പാർക്കിൽ കൊണ്ടുവരും. എന്റെ ഗുരു, ഈ മ്യൂസിക്കൽ വെടിക്കെട്ട് വെച്ച് നീ എന്ത് അഭ്യാസമാണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടുക? നമ്മൾ ഈ ആപത്തായ മ്യൂസിക്കൽ പടക്കങ്ങളെ ഉടൻ തന്നെ നശിപ്പിച്ചു കളയണം പോലെ. ഈ പടക്കങ്ങൾക്ക് തീ വെച്ച് നമുക്ക് നശിപ്പിച്ചു കളയാം. എടാ, അങ്ങനെ ചെയ്യരുത് എന്റെ മോനെ. ഈ മ്യൂസിക്കൽ പടക്കങ്ങളെ തീ കൊണ്ടല്ലടാ, പകരം വെള്ളം കൊണ്ടാണ് നശിപ്പിച്ചു കളയേണ്ടത്. പടക്കങ്ങളില്ലാതെ നമ്മൾ എങ്ങനെ ദീപാവലി ആഘോഷിക്കും? ഈ രണ്ട് പേരെയും നിങ്ങൾ സുൽത്താൻ നഗറിന്റെ ഹീറോ ആയിട്ടല്ലേ ആക്കി വച്ചിരിക്കുന്നത്? ഇപ്പൊ കണ്ടോ, ഇവർ വില്ലന്മാരുടെ ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എടാ ചക്കരെ, നീ വിചാരിക്കുന്നത് നടക്കണമെങ്കിൽ എന്റെ പോലെ പാട്ട് പാടിയാലല്ലേ നടക്കൂ. അതെ അതെ, ഞാൻ ഒരിക്കലും പാട്ട് പാടില്ല. അത് കലക്കി എന്റെ പൊന്നു പോലെ കുട്ടപ്പാ. നിന്റെ ഈ പാട്ട് പാടാതിരിക്കാനുള്ള തീരുമാനം ഒരിക്കലും മാറ്റിക്കളയരുത്. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഗുരു, എന്റെ ഈ തീരുമാനത്തിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഓഹോ, അപ്പൊ നീ സരിഗമയ്ക്ക് ശേഷം എന്താണെന്നുള്ളത് പാടില്ല അല്ലേ? എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ സരേഗാമ കഴിഞ്ഞ് പാധാ നീസ ഒരിക്കലും പാടില്ല. ഇതാണ് മേജർ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിക്കൂ. രക്ഷിക്കണേ 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 രക്ഷിക്കണേ. ചേട്ടാ, ഈ റോക്കറ്റ് പടക്കങ്ങൾ ഞങ്ങളെ പിന്നാലെ വരുന്നുണ്ടല്ലോ. രക്ഷിക്കണേ. സുൽത്താൻ നഗറിനെ ഈ പടക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇനി ഒരു ഒറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ആ തക് ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യം ആടി. Diwali, Diwali, music gully. Diwali, happy Diwali. Diwali, happy, happy Diwali. Diwali, Diwali, music gully. Diwali, happy Diwali. Diwali, happy, happy Diwali. अरे बोले है दिवाली की ये धूम धूम धूम, सारे ही पटाखे करे बूम बूम बूम. अरे बोले है दिवाली की ये धूम धूम धूम, सारे ही पटाखे करे बूम बूम बूम. बूम पटाख बूम बूम. अरे धूम पटाख धूम धूम. अरे बूम पटाख बूम धूम पटाख धूम बूम 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 बूम. ओ बम 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 बिजली बम
चक चक चकड़ी फुल फुल जड़ियम लम लम लंबी लड़ लड़ लड़िया हिट कर बम को दूर प्रियतम रे प्रियतम रे प्रियतम रे प्रियतम दिवाली दिवाली म्यूजिक गली दिवाली हैप्पी 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 दिवाली 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 म्यूजिक गली दिवाली हैप्पी 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 दिवाली 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 म्यूजिक गली दिवाली हैप्पी 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 दिवाली 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 म्यूजिक गली दिवाली हैप्पी हैप्पी दिवाली दिवाली रे दिवाली म्यूजिक गली दिवाली हैप्पी दिवाली हैप्पी दिवाली 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 म्यूजिक गली दिवाली हैप्पी दिवाली മോലയുടെ വെടിക്കെട്ട് മായാജാലം കലക്കി. സുൽത്താൻ നഗറിലെ ജനങ്ങളെ എല്ലാം പടക്കത്തിൽ നിന്ന് രക്ഷിച്ചു. എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാകാത്തത്. ബോലെ ഞങ്ങൾ 3 പേരെയും എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? കാരണം തെറ്റ് ചെയ്യുന്നത് നിന്റെ ജോലിയാണ്. നല്ലത് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന ജോലി. മാത്രമല്ല ദീപാവലി എന്ന് പറയുന്നത് ദുഷ്ടന്മാരെ കയ്യിൽ നിന്ന് നല്ലവ വിജയിച്ച ദിവസമാണ്. ഇപ്പൊ പിടികിട്ടിയോ? എന്നാൽ വരൂ എന്റെ പ്രിയ മിത്രങ്ങളെ, നമ്മൾ എല്ലാം ചേർന്ന് പറയാം ഹാപ്പി ദീപാവലി.